ഷോൺ, ഈ ദുരൂഹമാണ് ഈ ഇടപാടുകൾ എന്ന കാര്യത്തിൽ എല്ലാവരും സംശയിക്കുന്നതാണ്. പക്ഷെ അവിടെ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിലും ഒരു ദുരൂഹതയാണോ ഉള്ളത്? ഇപ്പോൾ ഷോൺ എന്ന വ്യക്തിക്ക് തുടർച്ചയായിട്ട് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ മാത്യു കുഴൽനാടൻ കോൺഗ്രസിൽ നിന്നുണ്ടായിരുന്നു ഇങ്ങനെ പോരാടാൻ. പക്ഷെ ഇപ്പോൾ ഷോണിന്റെ പോരാട്ടമാണ് നടക്കുന്നത്. ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ പോലും സംശയം പ്രകടിപ്പിക്കുകയാണ് ഷോൺ. ആ അന്വേഷണം പോരായിരുന്നു, കേന്ദ്രത്തിന്റെ ആ അന്വേഷണം പോരായിരുന്നുവെന്ന്. അല്ല മഞ്ജുഷേ, ഇതിൽ ഷോണിൻ്റെ ഭാഗമാണ് കുറെ കൂടി ന്യായമായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം പുറത്തു വന്നതിന് ശേഷം കാലങ്ങൾ കുറേയായി. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട്. 1,72,00,000 രൂപ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അതിൽ 55 ലക്ഷം രൂപ അവരുടെ സ്വകാര്യ അക്കൗണ്ടിലേക്കാണ് കൈപ്പറ്റിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കേരളത്തിലെമ്പാടും നടന്നിരുന്നു. വലിയ ചർച്ചകൾ നടന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ, കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യ, ഇവരുമായി ബന്ധപ്പെട്ടൊരു ആരോപണം വരുമ്പോൾ ഈ പറഞ്ഞ രണ്ട് പ്രമുഖ വ്യക്തികൾക്കും അതിൽ യാതൊരു ആക്ഷേപമില്ല. അതിനു വേണ്ടിയിട്ട് രംഗത്ത് വരുന്ന ഈ വീണ വിജയനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി വരുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള മുന്തിയ നേതാക്കന്മാരാണ്. ഈ ഒരു ഘട്ടത്തിലും ഈ നിമിഷം വരെ വീണ വിജയന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമ്മൾക്കറിയില്ല. നാട്ടിലെ ഏതൊരു സാധാരണ ആളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിവാദം വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അവരുടെ ഭാഗം എന്താണെന്ന് പുറത്ത് പറയാനുള്ള ഒരു മിനിമം മര്യാദ കാണിക്കും. അത് വീണ വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വീണ വിജയനോ കമ്പനിക്കോ അങ്ങനെ ഒരു ആക്ഷേപം ഇല്ലെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്ത് സേവനത്തിനാണ് കേരളത്തിന്റെ KSIDC അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് 10-15% ഷെയർ ഉള്ള ഒരു കമ്പനിക്ക് എന്ത് സേവനത്തിനാണ് വീണ വിജയന് പണം കൊടുത്തതെന്ന് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഇതിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾ ഒരുപാട് പുറകിലാണെന്ന് ഞാൻ സംശയിക്കുന്നു. അത് ഷോൺ ജോർജ് പറഞ്ഞ കാര്യത്തിൽ ഞാൻ പിന്തുണയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ ഈ പറഞ്ഞ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അത് അഴിമതിക്ക് സമാനമാണ്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. CBI-യോ ED-യോ അന്വേഷിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ല. കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കുന്നു. ROC-യുടെ റിപ്പോർട്ട് വരുന്നു. വീണ്ടും ROC-യുടെ തന്നെ 3-അംഗ കമ്മിറ്റി വീണ്ടും അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നു ഒക്കെ പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് സംശയിക്കപ്പെടുന്നു. ആ സംശയത്തിന് ഇട നൽകാതെ എത്രയും പെട്ടെന്ന് ഇതിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? വീണ വിജയനോട് എന്തുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് കോർണർ എന്ന് കേന്ദ്ര ഏജൻസികൾക്ക് എന്ന് സംശയമുണ്ട്. കാരണം സാധാരണപ്പെട്ട ഒരാളാണെങ്കിൽ, മറ്റേതെങ്കിലും ഒരു വ്യവസായിയാണെങ്കിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളല്ലാതെ മറ്റേതെങ്കിലും ഒരു വ്യവസായിയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു സോഫ്റ്റ് കോർണറിൽ അവർ ഡീൽ ചെയ്യുമായിരുന്നു. ഇല്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഷോൺ ആവശ്യപ്പെടുന്ന അന്വേഷണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശരിയാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ എക്സാലോജിക് കമ്പനിയും CMRL-ഉം തമ്മിലുള്ള ഇടപാടാണ് അതിൽ മുഖ്യമായിട്ട് വരുന്നത്. പക്ഷെ അതിനുമപ്പുറം CMRL കമ്പനി മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന തുകയെക്കുറിച്ചും അന്വേഷണം വേണമെന്നാണ്. കാരണം അതും ഈ 135 കോടിയിൽ വരുന്നതാണ്. അതിന് CMRL തന്നെ പറഞ്ഞ മൊഴി അനുസരിച്ച്, CMRL-ന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി അനുസരിച്ച് അത് കമ്പനിക്ക് ഫേവർ കിട്ടുന്നതിന് വേണ്ടി, അതായത് ഈ നേതാക്കളിൽ നിന്ന് ഫേവർ കിട്ടുന്നതിന് വേണ്ടി നൽകിയ പണമാണ്. അപ്പോൾ അതേക്കുറിച്ച് അന്വേഷണം വരുമ്പോൾ ഇതൊരു കൂട്ട അന്വേഷണമായി മാറും. അതുകൊണ്ടാണോ കോൺഗ്രസ് ഇതിൽ നിന്ന് പതുക്കെ അങ്ങോട്ട് പിന്മാറുന്നത്? ഷോൺ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ നിയമ പോരാട്ടത്തിൽ ജിൻഡോ? അല്ല മഞ്ജുഷ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് അതിനെ ജനറലൈസ് ചെയ്ത് പറയണ്ട. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തില് വിവിധ നേതാക്കന്മാർക്ക് പണം കൊടുത്തതിനെ കുറിച്ചിട്ടുള്ള ആക്ഷേപമുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. CMRL കമ്പനിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിലും ഈ പറഞ്ഞ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെയുണ്ട്. അതിൽ കോൺഗ്രസിന്റെ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ. അല്ലല്ല, ജിൻഡോ വായിച്ചു നോക്കിയിട്ടുള്ളതാണല്ലോ. ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് താങ്കൾ വായിച്ചു നോക്കിയിട്ടുള്ളതാണല്ലോ. അത് ഒഫീഷ്യൽ തന്നെയാണ്. കാരണം മൊഴിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പിന്നീട് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ആ മൊഴി തിരുത്തുന്നതിന് വേണ്ടി സത്യവാങ്മൂലം നൽകി എന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ ഒഫീഷ്യൽ തന്നെയാണ്. അത് വാങ്ങിയ ആളുകൾ പോലും അത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അവിടെ PV നിഷേധിച്ചിട്ടുമുണ്ട്.
അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്ക് തന്നെയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരോ UDFന്റെ നേതാക്കന്മാരോ ഈ പണം വാങ്ങിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വാങ്ങുന്നുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ CPM പ്രവർത്തിക്കുന്നത് പോലെ കാരണഭൂതൻ കല്ല് ചുമക്കാൻ പോയ പണം കൊണ്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതെന്ന് പറയാനൊന്നും ഞാനാളല്ല. ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, സംഘടനാ പ്രവർത്തനം നടക്കുന്നത് ഏത് രീതിയിലാണ്, സംഭാവനകൾ കൊണ്ടാണ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്കൊരു തർക്കമില്ലല്ലോ. ഞങ്ങൾ ഏതെങ്കിലും ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ടോ? KPCCയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ കുറിപ്പിറക്കിയിട്ടുണ്ടോ ഇത് പാർട്ടിയെ ക്ഷീണപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് പറയുന്നത് CPM ആണ്. ഇത് പറയുന്നത് മുഖ്യമന്ത്രിയെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, CPM-നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത് അവരാണ്. കോൺഗ്രസ് ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന പാർട്ടിയാണല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ തന്നെ ഇങ്ങനെയൊരു ആരോപണം വരുമ്പോൾ നിയമ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കേണ്ടത് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു. പക്ഷെ ഇവിടെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഷോണാണ്. ഈ ഷോൺ തുടർച്ചയായിട്ട് കോടതിയെ സമീപിക്കുന്നത് കൊണ്ടാണ് ഈ രേഖകളൊക്കെ വെളിയിലേക്ക് വരുന്നത് തന്നെ. അല്ലെങ്കിൽ ഈ കേന്ദ്ര അന്വേഷണത്തെ കുറിച്ചൊന്നും ആരും അറിയാൻ പോകുന്നുണ്ടായിരുന്നില്ല. അല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതിന് ക്ലിയർ ആയിട്ട് മറുപടി പറയാം. കേരളത്തിലെ വ്യവസായ മന്ത്രി P. രാജീവ്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് CMR വർക്ക് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. P. രാജീവ് തന്നെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളം ഒരു വ്യവസായ സൗഹൃദ സ്ഥാപനമാണെന്ന്. അങ്ങനെ വ്യവസായ സൗഹൃദമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് 135 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് പ്രവർത്തിക്കേണ്ട വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന് ഉത്തരവാദിത്തം പറയാനുള്ള ബാധ്യത കേരളത്തിലെ വ്യവസായ വകുപ്പിന് കൂടി ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ട് താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് പറയാം. ഇവിടെ മാത്യു കുഴൽനാടൻ MLA നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് വലിയ രീതിയിൽ ഒരു കോലാഹലമായിട്ട് മാറുന്നത്. മാത്യു കുഴൽനാടന്റെ വീടിന്റെ പുറകിലെ തൊഴുത്തളക്കാൻ വരെ കേരളത്തിലെ റവന്യൂ വകുപ്പ് പോയി. എന്തൊക്കെ ആക്ഷേപങ്ങൾ ആ മനുഷ്യനെതിരെ വരെ ചൊരിഞ്ഞു. അദ്ദേഹം നികുതി വെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപമുണ്ടായി. ആളുകൾ വീണ വിജയൻ കയ്യേറ്റത്തിന് തെളിവും വന്നിട്ടുണ്ട്. അന്വേഷണത്തിൽ അദ്ദേഹത്തിനെതിരെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് അതിൽ തർക്കമില്ലല്ലോ. അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടല്ലോ, അതിന് നടപടി സ്വീകരിക്കട്ടെ, ഒരു തർക്കമില്ലല്ലോ. മാത്യു കുഴൽനാടൻ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത് ഷോൺ ജോർജ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് പോലും ഈ നിയമ പോരാട്ടം നടത്താനുള്ള ഒരു മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാത്യു കുഴൽനാടൻ നടത്തിയ ആ വലിയ പോരാട്ടം തന്നെയാണ്. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നിയമസഭയിലെ MLA നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഈ വിഷയങ്ങൾ ചോദിക്കുന്നത്. ഇനി ഇത് മാത്യു കുഴൽനാടനിൽ തുടങ്ങുന്നതല്ല. അതിനുമുമ്പ് PT തോമസ് MLA കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് മോശം പറയാൻ പാടില്ലെന്ന. ഏത് ജയ്ക്ക് ബാലകുമാറുമായി ബന്ധപ്പെട്ട ആക്ഷേപം, വീണ വിജയന്റെ കമ്പനിയുടെ മെന്ററെ കുറിച്ച് ചോദിച്ചത്, സെബിയുടെ അന്വേഷണം നിരോധനം നേരിട്ട 9 കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ജയ്ക്ക് ബാലകുമാർ, മറ്റേ വിജയ് മല്യയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിന് പങ്കാളിയായിട്ടുള്ള ജയ്ക്ക് ബാലകുമാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ മെന്റർ ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ PT തോമസിനെതിരെ നടത്തിയ ആക്ഷേപത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി പോലും ഈ മനുഷ്യനുമായിട്ട് ഒരു വ്യാപാര വ്യവഹാരത്തിൽ ഇടപെടരുത് എന്ന് പറയുമ്പോൾ അയാളുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മകൾക്ക് എന്തായിരുന്നു ബന്ധം എന്നുകൂടി അറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അപ്പൊ മാത്യു കുഴൽനാടനിൽ മാത്രമല്ല PT തോമസിലൂടെ കേരളത്തിലെ എമ്പാടും പ്രതിപക്ഷ നിരയിലുള്ള മുഴുവൻ ആളുകളും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരെയാണ് അന്വേഷണത്തിന് നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ലല്ലോ. പക്ഷെ അന്വേഷിക്കണം, കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, ഇതിനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തു വരട്ടെ. മഞ്ജുഷേ, അതിലൊരു തർക്കവും നമുക്കില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ലല്ലോ, ആക്ഷേപമില്ലല്ലോ. ഞങ്ങളെ തകർക്കാനുള്ള ആക്ഷേപം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്കില്ല. അല്ല, മറ്റൊരു ആക്ഷേപം നിങ്ങൾക്കുണ്ട്. ഈ അന്വേഷണം കേന്ദ്രം വൈകിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് എടുക്കുന്നു. ആ ഒരു കാര്യം ഇപ്പോഴും നിങ്ങൾക്കുണ്ടല്ലോ. അവിടെ ഈ ഷോൺ കൊടുത്ത പരാതിയോടുകൂടി നിങ്ങളുടെ ഈ ആക്ഷേപത്തിന് ശക്തി കൂടുകയല്ലേ ചെയ്യുന്നത് ജിൻഡോ? തീർച്ചയായിട്ടും മഞ്ജുഷേ, അത് തീർച്ചയായിട്ടും ഉള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. CPM-ന്റെ നേതാക്കന്മാർ, ഇടതുപക്ഷ സഹയാത്രികരൊക്കെ ഓരോ വേദിയിലും വന്ന് പറയുന്നുണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ഇത്രത്തോളം ആക്ഷേപം ഉണ്ടായിട്ട് എന്തായി എന്ന്. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് അറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാനൊരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ പോലും അദ്ദേഹം ഒപ്പിടുമെന്ന് സ്വപ്ന സുരേഷിനോട് മൊഴിഞ്ഞ ശിവശങ്കർ 100 ദിവസം ജയിലിൽ കിടന്നിട്ട് പോലും ശിവശങ്കറിന് അപ്പുറത്തേക്ക് ആ അന്വേഷണം എത്താതിരുന്ന്
എന്തുകൊണ്ടാണെന്ന് അറിയാൻ കേരളത്തിലെ സമൂഹത്തിന് താല്പര്യമുണ്ട്. ഇനി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങൾ, മുഖ്യമന്ത്രിയുടെ ലാവ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് 37 തവണ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ടുള്ള താല്പര്യപ്രകാരം ഇതിൽ വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്നു എന്നുള്ള അഭിപ്രായം കൂടി ഞങ്ങൾക്കുണ്ട്. ശ്രീ കൃഷ്ണദാസ് വീണ്ടും